ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീധരമേനോൻ്റെ കേരള ചരിത്രത്തിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് കേരള ചരിത്ര സാമഗ്രികൾ എന്നുള്ളത്. അതിലിനി യൂറോപ്യൻ സഞ്ചാരികളെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. കോസ്മോസ് ഇൻഡിഗോ പ്ലേസസിന് ശേഷം ഇന്ത്യയിൽ വന്ന യൂറോപ്യൻ സഞ്ചാരികളുടെ ഗ്രന്ഥങ്ങൾ കേരളത്തിൻ്റെ മധ്യകാല ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം പല രീതിയിൽ അറിവ് നൽകുന്നതാണ്. കോസ്മോസ് ഇൻഡിഗോ പ്ലേസസിന് ശേഷം ഇന്ത്യയിൽ വന്ന യൂറോപ്യൻ സഞ്ചാരികളുടെ ഗ്രന്ഥങ്ങൾ കേരളത്തിൻ്റെ മധ്യകാല ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം പല രീതിയിൽ അറിവ് നൽകുന്നതാണ്. സ്പെയിനിൽ നിന്ന് വന്ന യഹൂദ സഞ്ചാരിയായ റബ്ബി ബെഞ്ചമിൻ 1159 മുതൽ 1173 വരെ പൗരസ്ത്യ രാജ്യങ്ങളിലെ വിപുലമായ പര്യടനങ്ങൾ നടത്തി. കൊല്ലത്തെയും അവിടുത്തെ ജനങ്ങളെയും കുറിച്ച് രസകരമായ പല വിവരങ്ങളും അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പറഞ്ഞു കേട്ടുള്ള അറിവായിരിക്കണം അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹം നേരിട്ട് ഇന്ത്യ സന്ദർശിച്ചിരുന്നോ എന്ന കാര്യം സംശയമാണ്. വെനീസുകാരനായ മാർക്കോ പോളോ 13ാം ശതകത്തിൻ്റെ അവസാനത്തോടുകൂടി കൊല്ലവും കേരളത്തിൻ്റെ മറ്റ് സ്ഥലങ്ങളും സന്ദർശിക്കുകയും കേരളത്തെയും ഇവിടുത്തെ ജനങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും കുറിച്ച് വിശദ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. ഏഴിമലയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വർണ്ണന കൗതുകപരമാണ്. ചൈനയിൽ നിന്ന് വന്ന ആദ്യത്തെ കത്തോലിക്ക മിഷണറിയും പീക്കിങ്ങിലെ ഒന്നാമത്തെ ആർച്ച് ബിഷപ്പുമായിരുന്ന ജോൺ ഓഫ് മോൺട്രി കോർവിനോ 13ാം ശതകത്തിൻ്റെ ഒടുവിൽ ചൈനയിലേക്കുള്ള യാത്രക്കിടയിൽ കൊല്ലത്ത് ഇറങ്ങുകയുണ്ടായി. കൊല്ലത്ത് കൂട്ടം കൂട്ടമായി താവളമുറപ്പിച്ച മുസ്ലിം വർത്തകരുടെ വാണിജ്യ അഭിവൃദ്ധിയുടെ ഫലമായിട്ട് വ്യാപാര രംഗത്ത് നിന്ന് ക്രിസ്ത്യാനികളും ജൂതന്മാരും ക്രമേണ തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് അദ്ദേഹം പ്രസ്താവിക്കുന്നുണ്ട്. പോർട്ടിനോയിലെ ഫ്രിയാർ ഒതോറിക് 1322 ചൈനയിലേക്ക് പോകും വഴി കൊല്ലം സന്ദർശിച്ചു. കൊല്ലത്ത് നല്ല തോതിൽ വികസിച്ചുകൊണ്ടിരുന്ന വ്യാപാരത്തെയും അവിടെ താമസമാക്കിയിരുന്ന ജൂതന്മാരെയും കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഹിന്ദുക്കളുടെ ഗോഭക്തിയും പരാമർശിക്കപ്പെടുന്നുണ്ട്. സെവേറിക്കിലെ ഫ്രിയാർ ജോർദാനസ് സെൻറ് തോമസ് ക്രിസ്ത്യാനികൾക്കിടയിൽ മിഷനറി പ്രവർത്തനം നടത്താൻ 1324 കൊല്ലത്ത് വരുന്നുണ്ട്. പോപ്പ് പിന്നീട് അദ്ദേഹത്തെ കൊല്ലം അഥവാ കാലം ബിഷപ്പായിട്ട് നിയമിക്കുന്നുണ്ട്. അപ്പോൾ ജോർദാനസിൻ്റെ മിറാബിലിയ ഡിസ്ക്രിപ്ഷ്യ രാജ്യത്തെക്കുറിച്ചും ജനങ്ങളെക്കുറിച്ചും വിവരിക്കുന്നുണ്ട്. കൊല്ലം തുറമുഖത്ത് താമസിക്കുന്ന ക്രിസ്ത്യാനികളുടെ അഭിവൃദ്ധിയെയും അദ്ദേഹം എടുത്തു കാണിക്കുന്നുണ്ട്. കേരളത്തിലെ രാജാക്കന്മാരുടെ മതസഹിഷ്ണുത പ്രകീർത്തിക്കുകയും അവിടുത്തെ ജ്യോത്സ്യന്മാരുടെയും വൈദ്യന്മാരുടെയും കഴിവിനെ പ്രശംസിക്കുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിലെ മരുമക്കത്തായത്തെക്കുറിച്ച് ആദ്യമായി സൂചിപ്പിക്കുന്ന വിദേശ ഗ്രന്ഥകാരന് ഇദ്ദേഹമാണ്. കേരളത്തിൽ മുമ്പ് തന്നെ മരുമക്കത്തായം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരു പരാമർശം സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കോസ്മോസ് ഇൻഡിഗോ പ്ലേസസിന് ശേഷം ഇന്ത്യയിൽ വന്ന യൂറോപ്യൻ സഞ്ചാരികളുടെ ഗ്രന്ഥങ്ങൾ കേരളത്തിൻ്റെ മധ്യകാല ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം പല രീതിയിൽ അറിവ് നൽകുന്നുണ്ട്. സ്പെയിനിൽ നിന്ന് വന്ന യഹൂദ സഞ്ചാരിയായ റബ്ബി ബെഞ്ചമിൻ 1159 മുതൽ 1173 വരെ പൗരസ്ത്യ രാജ്യങ്ങളിൽ വിപുലമായ പര്യടനങ്ങൾ നടത്തുന്നുണ്ട്. കൊല്ലത്തെയും അവിടുത്തെ ജനങ്ങളെയും കുറിച്ച് രസകരമായ പല വിവരങ്ങളും അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പറഞ്ഞു കേട്ടുള്ള അറിവായിരിക്കണം അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹം നേരിട്ട് ഇന്ത്യ സന്ദർശിച്ചിരുന്നോ എന്ന കാര്യം സംശയമുള്ളതാണ്. വെനീസുകാരനായുള്ള മാർക്കോ പോളോ 13ാം ശതകത്തിൻ്റെ അവസാനത്തോടുകൂടി കൊല്ലവും കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളും സന്ദർശിക്കുകയും കേരളത്തെയും ഇവിടുത്തെ ജനങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും കുറിച്ച് വിശദ വിവരങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഏഴിമലയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വർണ്ണന കൗതുകമുള്ളതാണ്. ചൈനയിൽ വന്ന ആദ്യത്തെ കത്തോലിക്ക മിഷണറിയും പീക്കിങ്ങിലെ ഒന്നാമത്തെ ആർച്ച് ബിഷപ്പുമായിരുന്ന ജോൺ ഓഫ് മോണ്ടി കോർവിനോ 13ാം ശതകത്തിൻ്റെ ഒടുവിൽ ചൈനയിലേക്കുള്ള യാത്രക്കിടയിൽ കൊല്ലത്തിറങ്ങി.
കൊല്ലത്ത് കൂട്ടം കൂട്ടമായി താവളമുറപ്പിച്ച മുസ്ലിം വർത്തകരുടെ വാണിജ്യ അഭിവൃദ്ധിയുടെ ഫലമായിട്ട് വ്യാപാര രംഗത്ത് നിന്ന് ക്രിസ്ത്യാനികളും ജൂതന്മാരും ക്രമേണ പുറന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് അദ്ദേഹം പ്രസ്താവിക്കുന്നുണ്ട്. പോർട്ടിനോണിലെ ഫ്രിയർ ഒദോറിക്ക് 1322 ചൈനയിലേക്ക് പോകും വഴി കൊല്ലം സന്ദർശിക്കുന്നുണ്ട്. കൊല്ലത്ത് നല്ല തോതിൽ വികസിച്ചുകൊണ്ടിരുന്ന വ്യാപാരത്തെയും അവിടെ താമസമാക്കിയിരുന്ന ജൂതന്മാരെയും കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഹിന്ദുക്കളുടെ ഗോഭക്തിയും പരാമർശിക്കുന്നുണ്ട്. സെവേറിക്കിലെ ഫ്രിയാർ ജോർദാനസ് സെന്റ് തോമസ് ക്രിസ്ത്യാനികൾക്കിടയിൽ മിഷനറി പ്രവർത്തനം നടത്താൻ 1324 കൊല്ലത്ത് വരുന്നുണ്ട്. പോപ്പ് പിന്നീട് അദ്ദേഹത്തെ കൊല്ലം അഥവാ കാലം ബിഷപ്പാക്കി മാറ്റുന്നുണ്ട്. ജോർദാനസിന്റെ മിറാബിലിയ ഡിസ്ക്രിപ്ഷ്യ നമ്മുടെ രാജ്യത്തെക്കുറിച്ചും ജനങ്ങളെക്കുറിച്ചും വിവരങ്ങൾ നൽകുന്നുണ്ട്. കൊല്ലം തുറമുഖത്ത് നടക്കുന്ന വ്യാപകമായ സുഗന്ധദ്രവ്യ വ്യാപാരത്തെയും സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ക്രിസ്ത്യാനികളുടെ അഭിവൃദ്ധിയെയും അദ്ദേഹം എടുത്തു കാണിക്കുന്നുണ്ട്. കേരളത്തിലെ രാജാക്കന്മാരുടെ മതസഹിഷ്ണുതയെ പ്രകീർത്തിക്കുന്നുണ്ട്. അവിടെ ജ്യോത്സ്യന്മാരുടെയും വൈദ്യന്മാരുടെയും കഴിവിനെ പ്രശംസിക്കുന്നുണ്ട്. കേരളത്തിലെ മരുമക്കത്തായത്തെക്കുറിച്ച് ആദ്യമായിട്ട് സൂചിപ്പിക്കുന്ന വിദേശ ഗ്രന്ഥകാരന് ഇദ്ദേഹമായിരുന്നു. കേരളത്തിൽ മുമ്പ് തന്നെ മരുമക്കത്തായം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മധ്യകാലത്തെ പ്രധാനപ്പെട്ട മറ്റൊരു വിദേശ ലേഖകനാണ് പോപ്പിൻ്റെ പ്രതിപുരുഷനായിരുന്ന ഫ്ലോറൻസിലെ ജോൺ ഡി മാരിഗ്നൊല്ലി. യൂറോപ്പിൽ നിന്ന് ചൈനയിലേക്ക് പോകും വഴി AD 13 അദ്ദേഹം കൊല്ലത്തിറങ്ങുകയും സെൻറ്റ് ജോർജ് പള്ളിയിലെ പുരോഹിതനായി ഒരു വർഷത്തിലധികം താമസിക്കുകയും ചെയ്യുന്നുണ്ട്. ഇറ്റാലിയൻ സഞ്ചാരിയായിരുന്ന നിക്കോള കോണ്ടി കൊല്ലവും കൊച്ചിയും സന്ദർശിച്ചു. കൊല്ലം തുറമുഖത്ത് നടക്കുന്ന ഇഞ്ചിയുടെയും കുരുമുളകിൻ്റെയും ഏലത്തിൻ്റെയും വ്യാപാരം അദ്ദേഹത്തെ അത്യധികം ആകർഷിക്കുന്നുണ്ട്. കേരളത്തിൽ കണ്ട പ്ലാവിനെയും മാവിനെയും അദ്ദേഹം ഭംഗിയായി വർണ്ണിക്കുന്നുണ്ട്. കൊച്ചിയെ പറ്റിയുള്ള നിക്കോള കോണ്ടിയുടെ വിവരണങ്ങൾ ആ തുറമുഖത്തെക്കുറിച്ച് വിദേശ സഞ്ചാരികൾ എഴുതിയ ആദ്യ വിവരങ്ങളിലൊന്നാണ്. 15ാം ശതകത്തിലെ കേരളത്തെക്കുറിച്ച് അറിവ് നൽകുന്ന യൂറോപ്യനല്ലാത്ത ഒരു വിദേശ ഗ്രന്ഥകാരനാണ് പേർഷ്യൻ അംബാസഡറായിരുന്ന അബ്ദുൾ റസാഖ്. അദ്ദേഹം 1442 കോഴിക്കോട് വന്ന് സാമൂതിരിപ്പാടിനെ സന്ദർശിച്ചു. അറബി രാജ്യങ്ങളും കോഴിക്കോടും തമ്മിൽ നടത്തിപ്പോന്നിരുന്ന വാണിജ്യത്തിൻ്റെ വ്യാപ്തിയും അതിൽ അറബികൾക്കുണ്ടായിരുന്ന ഗണനീയമായ പങ്കും അദ്ദേഹത്തിൻ്റെ കുറിപ്പുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. റഷ്യൻ സഞ്ചാരിയായ അത്നേഷ്യസ് നികിതിന് കോഴിക്കോട് തുറമുഖവും അവിടുത്തെ വലിയ കമ്പോളവും വർണ്ണിക്കുന്നുണ്ട്. ഹീറോയിനിമോ ഡി സാന്ത സ്റ്റെഫാനോ എന്ന ജനോവക്കാരൻ സഞ്ചാരി 15ാം ശതകത്തിൻ്റെ അവസാനത്തോടു കൂടി കോഴിക്കോട് വന്നു. പട്ടണത്തെയും ഭരണത്തെയും വാണിജ്യത്തെയും കുറിച്ച് കാര്യമായൊന്നും എഴുതിയിട്ടില്ലെങ്കിലും ജനങ്ങളുടെ പ്രത്യേക രീതിയിലുള്ള ആചാരാനുഷ്ഠാനങ്ങളെപ്പറ്റി അദ്ദേഹം വിവരിക്കുന്നുണ്ട്. 15ാം ശതകത്തിൽ കോഴിക്കോട് സന്ദർശിച്ച മറ്റൊരു യൂറോപ്യൻ സഞ്ചാരിയാണ് പോർച്ചുഗീസ് നയതന്ത്രജ്ഞനും ഭാഷാ പണ്ഡിതനുമായിരുന്ന പിറോഡി കോവിൽഹ. മുസ്ലിം എന്ന വ്യാജേന ഒരു അറബി കപ്പലിലാണ് അദ്ദേഹം കോഴിക്കോട് വന്നിറങ്ങിയത്. അത് വാസ്കോഡഗാമ കോഴിക്കോട് ഇറങ്ങുന്നതിൻ്റെ ഏതാണ്ട് 10 വർഷം മുമ്പായിരുന്നു. കോഴിക്കോട് തുറമുഖത്ത് നടക്കുന്ന കുരുമുളക് കച്ചവടത്തിൽ അദ്ദേഹത്തിന് മതിപ്പ് തോന്നി. മധ്യകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു വിദേശീയ ലേഖകനാണ് പോപ്പിൻ്റെ പ്രതിപുരുഷനായിരുന്ന ഫ്ലോറൻസിലെ ജോൺ ഡി മാരിഗ്നൊല്ലി. യൂറോപ്പിൽ നിന്ന് ചൈനയിലേക്ക് പോകും വഴി AD 13 അദ്ദേഹം കൊല്ലത്തിറങ്ങുകയും സെൻറ്റ് ജോർജ് പള്ളിയിൽ പുരോഹിതനായിട്ട് ഒരു വർഷത്തിലധികം താമസിക്കുകയും ചെയ്തു. ഇറ്റാലിയൻ സഞ്ചാരിയായിരുന്ന നിക്കോള കോണ്ടി കൊല്ലവും കൊച്ചിയും സന്ദർശിച്ചു. കൊല്ലം തുറമുഖത്ത് നടക്കുന്ന ഇഞ്ചിയുടെയും കുരുമുളകിൻ്റെയും ഏലത്തിൻ്റെയും വ്യാപാരം അദ്ദേഹത്തെ അത്യധികം ആകർഷിച്ചു. കേരളത്തിൽ കണ്ട പ്ലാവിനെയും മാവിനെയും അദ്ദേഹം ഭംഗിയായി വർണ്ണിക്കുന്നുണ്ട്. കൊച്ചിയെ പറ്റിയുള്ള നിക്കോള കോണ്ടിയുടെ വിവരണങ്ങൾ ആ തുറമുഖത്തെക്കുറിച്ച് വിദേശ സഞ്ചാരികൾ എഴുതിയ ആദ്യ വിവരങ്ങളിലൊന്നാണ്. 15ാം ശതകത്തിലെ കേരളത്തെക്കുറിച്ച് അറിവ് നൽകുന്ന യൂറോപ്യനല്ലാത്ത ഒരു വിദേശ ഗ്രന്ഥകാരനാണ് പേർഷ്യൻ അംബാസഡറായിരുന്ന അബ്ദുൾ റസാഖ്. അദ്ദേഹം 1442
കോഴിക്കോട് വന്ന് സാമൂതിരിയെ സന്ദർശിച്ചു. അറബി രാജ്യങ്ങളും കോഴിക്കോടും തമ്മിൽ നടത്തിപ്പോന്ന വാണിജ്യത്തിന്റെ വ്യാപ്തിയും അതിൽ അറബികൾക്കുണ്ടായിരുന്ന ഗണനീയമായ പങ്കും അദ്ദേഹത്തിന്റെ കുറിപ്പുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. റഷ്യൻ സഞ്ചാരിയായ അത്നേഷ്യസ് നികിതിന് കോഴിക്കോട് തുറമുഖവും അവിടുത്തെ വലിയ കമ്പോളവും വർണ്ണിക്കുന്നുണ്ട്. ഹീറോയിനിമോ ഡി സാന്ത സ്റ്റെഫാനോ എന്ന ജനോവക്കാരൻ സഞ്ചാരി 15ാം ശതകത്തിന്റെ അവസാനത്തോടു കൂടി കോഴിക്കോട് വരുന്നുണ്ട്. പട്ടണത്തെയും ഭരണത്തെയും വാണിജ്യത്തെയും കുറിച്ച് കാര്യമായൊന്നും എഴുതിയിട്ടില്ലെങ്കിലും ജനങ്ങളുടെ പ്രത്യേക രീതിയിലുള്ള ആചാരാനുഷ്ഠാനങ്ങളെ പറ്റി അദ്ദേഹം വിവരിക്കുന്നുണ്ട്. 15ാം ശതകത്തില് കോഴിക്കോട് സന്ദർശിച്ച മറ്റൊരു യൂറോപ്യൻ സഞ്ചാരിയാണ് പോർച്ചുഗീസ് നയതന്ത്രജ്ഞനും ഭാഷാ പണ്ഡിതനുമായിരുന്ന പിറോഡി കോവിൽഹ. മുസ്ലിം എന്ന വ്യാജേന ഒരു അറബി കപ്പലിലാണ് അദ്ദേഹം കോഴിക്കോട് വന്നിറങ്ങിയത്. അത് വാസ്കോഡ ഗാമ കോഴിക്കോട് ഇറങ്ങുന്നതിന് ഏതാണ്ട് 10 വർഷം മുമ്പായിരുന്നു. കോഴിക്കോട് തുറമുഖത്ത് നടക്കുന്ന കുരുമുളക് കച്ചവടത്തിൽ അദ്ദേഹത്തിനും മതിപ്പ് തോന്നിയിട്ടുണ്ടായിരുന്നു. പോർച്ചുഗീസ് കാലഘട്ടത്തിലേക്ക് നാം കടക്കുമ്പോൾ ചരിത്രരേഖകൾ സുലഭമാണ്. ലുഡോവിക്കോ ഡി വർത്തേമയുടെയും ഡ്വാർത്തെ ബാർബോസയുടെയും ലേഖനങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. 1502 തൊട്ട് 1508 വരെ കേരളത്തിൽ സഞ്ചരിച്ച് വിലപ്പെട്ട വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഇറ്റാലിയൻ ലേഖകനാണ് വർത്തോമ. കോഴിക്കോടിനെയും അവിടുത്തെ ജനങ്ങളെയും ഭരണ സമ്പ്രദായങ്ങളെയും കുറിച്ച് അദ്ദേഹം നൽകുന്ന വസ്തുതകൾ എടുത്തു പറയത്തക്കവയാണ്. ബാർബോസ 1500 മുതൽ 1516 വരെ മലബാറിലെ ഒരു പോർച്ചുഗീസ് ഉദ്യോഗസ്ഥനായിരുന്നു. മലയാളം നല്ലപോലെ അറിയാമായിരുന്നതുകൊണ്ട് ജനജീവിതത്തെ നേരാവണ്ണം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് അവസരം കിട്ടി. കേരളത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ വിവരണങ്ങൾ ചരിത്ര വസ്തുക്കളുടെ ഒരു നല്ല നിക്ഷേപമാണ്. വെനീസിലെ വ്യാപാരിയായിരുന്ന സീസർ ഫ്രെഡറിക് 1563 മുതൽ 1581 വരെ ഈസ്റ്റ് ഇൻഡീസിലേക്ക് ഒരു പര്യടനം നടത്തുകയും അതിനിടയിൽ മലബാർ സന്ദർശിക്കുകയും ചെയ്തു. കൊച്ചിയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ കുറിപ്പുകൾ ആ തുറമുഖത്തിന്റെ വാണിജ്യ പ്രാധാന്യത്തെക്കുറിച്ചും കൊച്ചിയിൽ പോർച്ചുഗീസുകാർക്കുണ്ടായിരുന്ന പ്രത്യേക അവകാശങ്ങളെക്കുറിച്ചും നല്ല നിലയിൽ പ്രതിപാദിക്കുന്നുണ്ട്. കൊച്ചിയിൽ ആദ്യമായിട്ട് വന്ന ഇംഗ്ലീഷുകാരനാണ് മാസ്റ്റർ റാൽഫിച്ച്. 1583 അദ്ദേഹം വന്നത്. അദ്ദേഹം കൊച്ചിയിലെ തുറമുഖത്തെയും ജനങ്ങളെയും കുറിച്ച് വിവരിക്കുന്നുണ്ട്. കൊച്ചിയിൽ 6 മാസം താമസിച്ച അദ്ദേഹത്തിന് ജനങ്ങളുടെ ജീവിതത്തെ അടുത്ത് കണ്ട് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. കൊല്ലത്ത് കൂടി കടന്നുപോയ റാൽഫിച്ച് അവിടുത്തെ കുരുമുളക് വ്യാപാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 17ാം ശതകത്തിന്റെ ആദ്യകാലത്ത് കോഴിക്കോട് സന്ദർശിച്ച ഫ്രഞ്ച് ലേഖകനാണ് പിറാൻ ഡി ലേവൻ. എല്ലാ ജനവിഭാഗങ്ങളും അനുഭവിച്ചിരുന്ന മതസ്വാതന്ത്ര്യത്തെയും തുറമുഖത്തെ തിരക്കിട്ട വ്യാപാരത്തെയും കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. കോഴിക്കോട് നിലവിലിരുന്ന നീതിന്യായ സമ്പ്രദായത്തെ അദ്ദേഹം പ്രശംസിക്കുന്നുണ്ട്. പിഡ്രോ ഡെല്ല വെല്ലി എന്ന പ്രസിദ്ധനായ റോമക്കാരൻ 1623 ഒരു പോർച്ചുഗീസ് കപ്പലിൽ കോഴിക്കോടും മംഗലാപുരവും സന്ദർശിക്കുന്നുണ്ട്. 17ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിലും 18ാം നൂറ്റാണ്ടിന്റെ പൂർവാർദ്ധത്തിലും ഉത്തര കേരളത്തിലെ കാസർഗോഡ്, ഹോസ്ദുർഗ് പ്രദേശങ്ങളിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്ന ഇക്കേരി നായക്കന്മാരുടെ രാജ്യത്തെയും കോഴിക്കോട്ടെ ജനജീവിതത്തെയും കുറിച്ച് അറിയാൻ ഇദ്ദേഹത്തിന്റെ എഴുത്തുകൾ സഹായിക്കുന്നുണ്ട്. പോർച്ചുഗീസ് കാലഘട്ടത്തെക്കുറിച്ച് അറിയാൻ മേൽപ്പറഞ്ഞ വിദേശ സഞ്ചാരികളുടെ വിവരണങ്ങൾക്ക് പുറമെ മറ്റ് മാർഗങ്ങളുമുണ്ട്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന ജസ്യൂട്ട് മിഷണറിമാർ എഴുതിയ കത്തുകളിൽ ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ സംഭവങ്ങളും ചരിത്ര പുരുഷന്മാരും പരാമർശിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽപ്പെട്ടതും ഒരു കാലത്ത് കരപ്പുറം കൈമൾമാരുടെ അധീനതയിലുണ്ടായിരുന്നതുമായിട്ടുള്ള ദേശങ്ങളുടെ ചരിത്രത്തിലേക്കും, അതായത് മൂത്തെഴുത്ത്, ഇളയെഴുത്ത് എന്നീ ദേശങ്ങളുടെ ചരിത്രത്തിലേക്കും പുറക്കാട് രാജ്യത്തിലെ സംഭവ വികാസങ്ങളിലേക്കും ആ കത്തുകൾ വെളിച്ചം വീശുന്നുണ്ട്. 1610 അർത്തുങ്കൽ താമസിച്ചുകൊണ്ട് കേരളത്തിലെ മിഷണറി പ്രവർത്തനം നടത്തിപ്പോന്ന സൊസൈറ്റി ഓഫ് ജീസസിൽപ്പെട്ട ഡിയോഗോ ഗോൺസാൽവിസ് ഇക്കാലത്ത് എഴുതിയ മലബാറിൻ്റെ ചരിത്രം എന്ന ഗ്രന്ഥം പല ചരിത്ര വസ്തുക്കളും ഉൾക്കൊള്ളുന്നതാണ്. 1615 എഴുതിയ ഈ ഗ്രന്ഥത്തിൽ തൽകർത്താവ് ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയവും സാമൂഹികവുമായ സ്ഥിതിഗതികളെ പരാമർശിക്കുന്നുണ്ട്.
കേരളത്തിലെ ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിലെ ഒരു മഹാസംഭവമായിട്ടുള്ള ഉദയം പേരൂർ സുനഹദോസിൻ്റെ സമഗ്ര വിവരണം ഈ ഗ്രന്ഥത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. നല്ലവണ്ണം എഴുതപ്പെട്ടതും പോപ്പ് ക്ലെമന്റ് എട്ടാമൻ്റെ മുദ്ര പതിച്ചതുമായിട്ടുള്ള ഇതിൻ്റെ ഒരു ലത്തീൻ പ്രതി റോമൻ ജസ്യൂട്ട് ഗ്രന്ഥപുരയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഗോവയിലെ ആർച്ച് ബിഷപ്പിൻ്റെ കാര്യദർശി എന്ന നിലയിൽ ഇന്ത്യയിലേക്ക് വന്ന ലിൻ ഷോട്ടൻ്റെ വിവരണങ്ങളും കേരള ചരിത്രരചനയ്ക്ക് പ്രയോജനകരമാണ്. 1633 ഡച്ചുകാർ കൊച്ചി പിടിക്കുന്നതിന് തൊട്ടു മുമ്പ് അവിടെ വന്ന തോമസ് ഹെർബർട്ട് കൊച്ചിയെക്കുറിച്ച് പല വിവരങ്ങളും നൽകുന്നുണ്ട്. പോർച്ചുഗീസ് കാലഘട്ടത്തെക്കുറിച്ച് അറിയാൻ വിദേശ സഞ്ചാരികളുടെ വിവരങ്ങൾക്ക് പുറമെ മറ്റു പല മാർഗങ്ങളുണ്ട്. കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന ജെസ്യൂട്ട് മിഷണറിമാരെഴുതിയ കത്തുകളിൽ ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ സംഭവങ്ങളും ചരിത്ര പുരുഷന്മാരും ഒക്കെ കടന്നു വരുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിൽപ്പെട്ടതും ഒരു കാലത്ത് കരപ്പുറം കൈമൾമാരുടെ അധീനതയിലുള്ളതുമായിട്ടുള്ള മൂത്തേടത്ത് ഇളയടത്ത് ദേശങ്ങളുടെ ചരിത്രത്തിലേക്കും പുറക്കാട് രാജ്യത്തിലെ സംഭവ വികാസങ്ങളിലേക്കും ആ കത്തുകൾ വെളിച്ചം വീശുന്നുണ്ട്. 1610 അർത്തുങ്കൽ താമസിച്ചുകൊണ്ട് കേരളത്തിലെ മിഷണറി പ്രവർത്തനം നടത്തിപ്പോന്ന സൊസൈറ്റി ഓഫ് ജീസസിൽപ്പെട്ട ഡിയോഗോ ഗോൺസാൽവിസ് ഇക്കാലത്ത് എഴുതിയ മലബാറിൻ്റെ ചരിത്രം എന്ന ഗ്രന്ഥം പല ചരിത്ര വസ്തുക്കളും ഉൾക്കൊള്ളുന്നുണ്ട്. 1615 ഈ ഗ്രന്ഥത്തിൽ തൽക്കർത്താവ് ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയവും സാമൂഹികവുമായ സ്ഥിതിഗതികളെ കുറിച്ച് പറയുന്നുണ്ട്. കേരളത്തിലെ ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിലെ ഒരു മഹാസംഭവമായിട്ടുള്ള ഉദയം പേരൂർ സുനഹദോസിൻ്റെ സമഗ്ര വിവരണം ഈ ഗ്രന്ഥത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. നല്ലവണ്ണം എഴുതപ്പെട്ടതും പോപ്പ് ക്ലെമന്റ് എട്ടാമൻ്റെ മുദ്ര പതിച്ചതുമായിട്ടുള്ള ഇതിൻ്റെ ഒരു ലത്തീൻ പ്രതി റോമൻ ജസ്യൂട്ട് ഗ്രന്ഥപുരയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഗോവയിലെ ആർച്ച് ബിഷപ്പിൻ്റെ കാര്യദർശി എന്ന നിലയിൽ ഇന്ത്യയിലേക്ക് വന്ന ലിൻ ഷോട്ടൻ്റെ വിവരണങ്ങളും കേരള ചരിത്രരചനയ്ക്ക് പ്രയോജനകരമാണ്. 1633 ഡച്ചുകാർ കൊച്ചി പിടിക്കുന്നതിന് തൊട്ടു മുമ്പേ അവിടെ വന്ന തോമസ് ഹെർബർട്ട് കൊച്ചിയെക്കുറിച്ച് പല വിവരങ്ങൾ നൽകുന്നുണ്ട്. ഡച്ച് കാലഘട്ടം കേരള ചരിത്രരചനയ്ക്ക് ഉപയോഗപ്രദമായ രേഖകളുടെ കാര്യത്തിൽ സമ്പന്നമാണ്. കേരളത്തിലെ ഉദ്യോഗം നോക്കിയ മികച്ച പല ഡച്ച് ഭരണാധികാരികളും അവരുടെ ഭരണകാലത്തെക്കുറിച്ച് അനുസ്മരണങ്ങൾ എഴുതിയിട്ടുണ്ട്. ഗൊള്ളനസെ, മൂൺസ്, വാൻറീഡ് എന്നീ ഡച്ച് സേനാനായകന്മാരുടെ ഓർമ്മക്കുറിപ്പുകൾ ഇവിടെ പ്രത്യേകം ഓർക്കേണ്ടതാണ്. വാൻ ഗൂൺസിൻ്റെ മലബാർ പര്യടനകാലത്ത് അദ്ദേഹത്തിൻ്റെ പുരോഹിതനായിരുന്ന ഫിലിപ്പസ് ബാൽഡേസ് എഴുതിയ കുറിപ്പുകൾ മലബാറിലെ ഡച്ച് അധിനിവേശത്തിൻ്റെ കഥകൾ പറയുന്നതാണ്. ഡോക്ടർ ജോൺ ഫ്രയർ തൻ്റെ ഇന്ത്യൻ പര്യടനത്തിനിടയിൽ കൊച്ചിയിലും കോഴിക്കോട്ടും വരികയുണ്ടായിരുന്നു. അദ്ദേഹം ഈ സ്ഥലങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ജോൺ നിഹോഫിൻ്റെ കൊല്ലം ആക്രമണത്തെക്കുറിച്ചുള്ള വിവരണങ്ങളും കേരളത്തിലെ രാജാക്കന്മാരുമായി അദ്ദേഹം ഉണ്ടാക്കിയ ഉടമ്പടികളും ചരിത്രദൃഷ്ട്യാ വിലപ്പെട്ടതാണ്. 1717 മുതൽ 1723 വരെ കൊച്ചിയിലെ ഡച്ച് പുരോഹിതനായുള്ള കാൻഡർ വിഷറുടെ കത്തുകൾ ഡച്ച് കാലഘട്ടത്തിലെ കേരളത്തിൻ്റെ രാഷ്ട്രീയവും സാമൂഹികവുമായ സ്ഥിതിഗതികളെക്കുറിച്ച് ധാരാളം അറിവ് നൽകുന്നതാണ്. കെ പി പത്മനാഭമേനോൻ 4 വാല്യങ്ങളിലായിട്ട് ഇംഗ്ലീഷിൽ എഴുതിയ കേരള ചരിത്രത്തിന് ആധാരം ഈ കത്തുകളാണ്. ഫോസ്റ്ററുടെ ഇംഗ്ലീഷ് ഫാക്ടറികൾ എന്ന ഗ്രന്ഥവും ടാവർണിയറുടെ സഞ്ചാരങ്ങളും ഡച്ച് കാലഘട്ടത്തിലെ കേരള ചരിത്രത്തിൻ്റെ പല വശങ്ങളും വെളിപ്പെടുത്തുന്നതാണ്. 18ാം ശതകത്തിൻ്റെ ആദ്യഘട്ടത്തിൽ കേരളക്കരയിൽ ഒരു കള്ളക്കച്ചവടക്കാരനായി എത്തിയ ഹാമിൽട്ടൺ എന്ന ബ്രിട്ടീഷുകാരും രസകരമായ ചില വിവരങ്ങൾ നൽകുന്നുണ്ട്. ഇന്ത്യൻ സസ്യങ്ങളുടെ ഔഷധ ഗുണത്തെ സവിസ്തരം പ്രതിപാദിക്കുന്ന സുപ്രസിദ്ധമായ ഹോർത്തോസ് മലബാറിക്കസ് ചരിത്ര പരാമർശമില്ലെങ്കിൽ കൂടി വിലപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. കേരളത്തിലെ സസ്യങ്ങളെക്കുറിച്ച് പ്രയോജനകരമായ പല അറിവുകളും അത് നൽകുന്നുണ്ട്. ഫോർബസും ബർത്തലോമിയാവും ഫ്രഞ്ച് ഗ്രന്ഥകാരനായ അക്വിറ്റൈൻ ഡുപ്പറോണും ഡച്ച് ഭരണകാലത്തെ കൊച്ചിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഫോർബസ് 1722 കോഴിക്കോട് സന്ദർശിക്കുകയും
ചില വിവരണങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ബർത്തലോമിയോ തിരുവിതാംകൂറിനെ കുറിച്ച് എഴുതുന്നുണ്ട്. ബ്രിട്ടീഷുകാർ കേരളത്തിൽ അധികാരം സ്ഥാപിച്ചതിനെ കുറിച്ചുള്ള രേഖകൾ ധാരാളമുണ്ട്. തലശ്ശേരിയിലെ കൂടിയാലോചനകൾ അഥവാ ടെലിച്ചറി കൺസൾട്ടേഷൻസ്, സാമുദ്രിപ്പാടും ഇന്ത്യൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ 1725 തൊട്ട് 1751 വരെ നടന്ന ഇടപാടുകളുടെ രേഖയാണ് ഏത് ടെലിച്ചറി കൺസൾട്ടേഷൻസ് എന്ന് പറഞ്ഞാൽ. അതിൽ കേരളത്തിലെ ആഭ്യന്തര കാര്യങ്ങളും ഡച്ചുകാരുമായി സാമുദ്രിപ്പാടിനുണ്ടായിരുന്ന ബന്ധങ്ങളും 1756 മുമ്പുണ്ടായ മൈസൂരിൻ്റെ കേരള ആക്രമണവും ഒക്കെ പറയുന്നുണ്ട്. 1793 ജോയിന്റ് കമ്മീഷണർമാരുടെ റിപ്പോർട്ട് ഇംഗ്ലീഷ് അധിനിവേശത്തിൻ്റെ ആദ്യ വർഷവും തൊട്ടു മുമ്പും മലബാറിൽ നടന്ന സംഭവങ്ങളുടെ വിവരം ഉൾപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യൻ ഗവർണർ ജനറൽ ആയിരുന്ന വെല്ലസി പ്രഭുവിൻ്റെ ഉത്തരവ് പ്രകാരം 1800 1801 ഇടയിൽ മലബാർ പര്യടനം നടത്തിയ ഫ്രാൻസിസ് ബുക്കാനൻ മലബാറിലെ കൊച്ചു കൊച്ചു രാജ്യങ്ങളുടെ ആദ്യകാല ചരിത്രവും തൻ്റെ സന്ദർശനകാലത്ത് മലബാറിൽ നിലവിലുണ്ടായിരുന്ന രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായ സ്ഥിതിഗതികളുടെ സമഗ്ര വിവരണങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട്. ഫ്രാൻസിസ് ഡേയുടെ പെരുമാക്കന്മാരുടെ രാജ്യം, സാമുവർ മെറ്റിയറുടെ ധർമ്മരാജ്യം, തിരുവിതാംകൂറിലെ തദ്ദേശ ജീവിതം, ഈ കൃതികളെല്ലാം തന്നെ 19-ാം നൂറ്റാണ്ടിലെ കൊച്ചിയുടെയും തിരുവിതാംകൂറിൻ്റെയും ചരിത്രപരമായ പല വശങ്ങളെയും കുറിച്ച് നമുക്ക് അറിവ് നൽകുന്നുണ്ട്. മലബാറിലെ ബ്രിട്ടീഷ് കാര്യങ്ങളെ സംബന്ധിച്ച ഉടമ്പടികളും കരാറുകളും മറ്റും എന്ന വിലപ്പെട്ട ഗ്രന്ഥത്തിൽ ലോഗൻ സമാഹരിച്ച ഉടമ്പടികളും കത്തിടപാടുകളും ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ കേരള ചരിത്രത്തിൻ്റെ പ്രമാണപ്പെട്ട രേഖകളാണ്. ബ്രിട്ടീഷുകാർ കേരളത്തിൽ അധികാരം സ്ഥാപിച്ചതിനെ കുറിച്ചുള്ള രേഖകൾ ധാരാളമുണ്ട്. തലശ്ശേരിയിലെ കൂടിയാലോചനകൾ, സാമൂതിരിപ്പാടും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ 1725 തൊട്ട് 1751 വരെ നടന്ന ഇടപാടുകളുടെ രേഖയാണ്. അതിൽ കേരളത്തിലെ ആഭ്യന്തര കാര്യങ്ങളും ഡച്ചുകാരുമായി സാമൂതിരിപ്പാടിനുണ്ടായിരുന്ന ബന്ധവും 1756 മുമ്പുണ്ടായ മൈസൂരിൻ്റെ കേരള ആക്രമണവും പറയുന്നുണ്ട്. 1793 ജോയിന്റ് കമ്മീഷണർമാരുടെ റിപ്പോർട്ട് ഇംഗ്ലീഷ് അധിനിവേശത്തിൻ്റെ ആദ്യ വർഷവും തൊട്ടു മുമ്പും മലബാറിൽ നടന്ന സംഭവങ്ങളുടെ വിവരങ്ങൾ പറയുന്നുണ്ട്. ഇന്ത്യൻ ഗവർണർ ജനറലായിരുന്ന വെല്ലസ്ലി പ്രഭുവിൻ്റെ ഉത്തരവനുസരിച്ച് 1800 1801 ഇടയിൽ മലബാർ പര്യടനം നടത്തിയ ഫ്രാൻസിസ് ബുക്കാൻ മലബാറിലെ കൊച്ചു കൊച്ചു രാജ്യങ്ങളുടെ ആദ്യകാല ചരിത്രവും തൻ്റെ സന്ദർശനകാലത്ത് മലബാറിൽ നിലവിലുണ്ടായിരുന്ന രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായ സ്ഥിതിഗതികളുടെ സമഗ്ര വിവരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രാൻസിസ് ഡേയുടെ പെരുമാക്കന്മാരുടെ രാജ്യം, സാമുവർ മെറ്റിയറുടെ ധർമ്മരാജ്യം, തിരുവിതാംകൂറിലെ തദ്ദേശ ജീവിതം, ഇവയെല്ലാം 19-ാം നൂറ്റാണ്ടിലെ കൊച്ചിയുടെയും തിരുവിതാംകൂറിൻ്റെയും ചരിത്രപരമായ പല വശങ്ങളും പറയുന്നുണ്ട്. മലബാറിലെ ബ്രിട്ടീഷ് കാര്യങ്ങളെ സംബന്ധിച്ച ഉടമ്പടികളും കരാറുകളും എന്ന വിലപ്പെട്ട ഗ്രന്ഥത്തിൽ ലോകം സമാഹരിക്കുന്ന ഉടമ്പടികളും കത്തിടപാടുകളും ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ കേരള ചരിത്രത്തിൻ്റെ പ്രമാണപ്പെട്ട രേഖകളാണ്. ഇത്രയാണ് നമുക്ക് യൂറോപ്യൻ സഞ്ചാരികളുടെ വിവരണങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. ഇനി പുരാവസ്തു സാമഗ്രികൾ ഏതൊക്കെ തരത്തിലാണ് ചരിത്ര നിർമ്മിതിയെ സഹായിച്ചിട്ടുള്ളത് എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.